എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ഞാൻ കിജിജിയിലോ മാർക്കറ്റ് പ്ലേസിലോ ഒക്കെ ഇട്ട് വിൽക്കും കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിന് ഒരു വില ഉണ്ടാവില്ല. വെറുതെ കളയുന്നതിലും ഭേദം മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട്, സുഖമല്ലേ? ഇന്നതാ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിൽ മദേഴ്സ് ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എന്തൊക്കെയോ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം കാര്യം മദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് 1 വീക്കായി. എന്നാലും ഇന്നാണ് കേട്ടോ അവരുടെ സ്കൂളിൽ മദേഴ്സ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. 3 വർഷങ്ങൾക്ക് മുമ്പ് റോങ്കുട്ടൻ കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പോഴും നമ്മൾ മദേഴ്സ് ഡേ സെലിബ്രേഷന് പോയിരുന്നു. അന്ന് റോങ്കുട്ടൻ എനിക്ക് നിറയെ ഗിഫ്റ്റുകൾ തന്നിരുന്നു. അവനായിട്ട് ഉണ്ടാക്കിയ കുറേ ഗിഫ്റ്റുകൾ. അവൻ ഒരുപാട് സ്നേഹത്തോടെ എനിക്ക് ഉണ്ടാക്കി തന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ അവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ കുറേ കാര്യങ്ങൾ, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സെൻറ്റൻസുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അതും കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം സ്കൂളിലേക്ക് പോകാം. കുഞ്ഞിപ്പെണ്ണ് എന്തൊക്കെയാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് കേട്ടോ റോങ്കുട്ടൻ മദേഴ്സ് ഡേക്ക് എനിക്ക് കിൻഡർ ഗാർഡനിൽ വെച്ചിട്ട് ചെയ്തു തന്നത്. ബെസ്റ്റ് മോം എന്ന് പറഞ്ഞിട്ട് ഹാൻഡ്സ് ഡൗൺ. ഈ ഹാൻഡ്സ് ഡൗണിൻ്റെ അർത്ഥം റെസ്പെക്റ്റ് എന്നുള്ളൊരിതാണ്. നമ്മുടെ നേരെ ഹാൻഡ്സ് ഡൗൺ ചെയ്തിട്ട് താങ്ക് യു പറയുന്ന പോലെ ഒരിത്. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. ഇതൊരു ഹഗ് ചെയ്യുന്നൊരിതാണ്. അമ്മേനെ ഹഗ് ചെയ്ത് വെക്കുന്ന പോലെ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഐ എം സെൻഡിങ് യു ബിഗ് ഹഗ്സ് ബിക്കോസ് ഐ ലവ് യു ദിസ് മച്ച് എന്ന് പറഞ്ഞിട്ട്. ആ ദിസ് മച്ചാണ് ഇത്. കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ആ ദിസ് മച്ച്, അതാണ് ഇതിൻ്റെ മീനിങ്. ലവ് എയർ എന്ന് പറഞ്ഞിട്ട്. അന്ന് അവൻ ഇങ്ങനെയൊക്കെ എഴുതാൻ അറിയുള്ളൂ. എസ് തിരിച്ചെഴുതുള്ളൂ. ഇത് മിററിങ് അല്ല കേട്ടോ, പക്ഷെ അവൻ എസ് തിരിച്ചെഴുതുന്നതാണ് ഇതൊക്കെ. നല്ല രസമായിട്ടുണ്ടല്ലേ. പിന്നെ ഒരെണ്ണം ഇതാണ് കേട്ടോ. എ ചൈൽഡ്സ് ഹാൻഡ് ടച്ചസ് എ മദേഴ്സ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് റോങ്കുട്ടൻ്റെ ഹാൻഡ്സ് വെച്ചിട്ടുള്ളൊരു പ്രിൻറ്റ്. ഇത് മാർബിളിലാണ് കേട്ടോ ചെയ്ത് തന്നിരിക്കുന്നത്. മാർബിളല്ലോ, ടൈല്. ഇത് ടൈലിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളിതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു വാളിൽ. അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെ കോർണർ ഷെൽഫിൽ നമ്മളിത് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ 3 കേട്ടോ റോങ്കുട്ടൻ്റെ കിൻഡർ ഗാർഡനിൽ വെച്ചിട്ട് റോങ്കുട്ടൻ എനിക്ക് ചെയ്ത് തന്ന മദേഴ്സ് ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? കമൻറ്റ് ബിലോ. ഇതാണ് കേട്ടോ റൂട്ടി ചെയ്തത്. I love you more than infinity. Cup? Huh? I'll decorate the cup. Sure you can. This is mine. That's yours? Pick me a kitty. Make me a kitty. This will go. This will go. മതി ഞാൻ അവിടെ വെച്ചേര്. ഇനി കുറച്ച് സോയിലും കൂടി ഇടാം അതിൻ്റെ മേളിൽ. Okay, that's good. That's good. ഇനി ബാ. കൊച്ച് പ്ലാൻ ചെയ്തോ അങ്ങനെ? കേരളി സേ ഹായ്. Snack time. You ready, Amy? Yeah. Give me your cup. Could I feed the cucumber? All right. Actually, I want that. She just dumped it. Mom, do you want to like get me a little bit? Eat it. I touched the eat it. Eat it. സ്കൂളിൽ നിന്ന് ഐറൂട്ടിയും വന്നു, കേരളിനും വന്നു. സേ ഹായ് കേരളിൻ. ഐറൂട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കേരളിൻ. അപ്പോൾ ഐറൂട്ടിനെയും കേരളിനെയും കൊണ്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. കേരളിനെ ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ മദേഴ്സ് ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അവളവിടെ ഇരുന്ന് TV കാണുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചതാ വീട്ടിൽ വന്നപ്പം ഞാൻ വിചാരിച്ചു ക്ലെയറൻസിൻ്റെ 2 പ്രോഡക്റ്റ് വന്നിരിപ്പുണ്ട്, എന്നാൽ അതൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. ഇത് ക്ലെയറൻസിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ക്ലെയറൻസിൻ്റെ പ്രോഡക്റ്റ് മാത്രമാണ് ഫേസിൽ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ സൺസ്ക്രീൻ മാത്രമാണ് സെറ്റാഫിലിൻ്റെ യൂസ് ചെയ്യുന്നത്. അതും യൂസ് ചെയ്ത് തുടങ്ങി ഒരു 1-2 ആഴ്ച എനിക്ക് നല്ല കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായി. അതിലൊന്നാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരെണ്ണം, ഇത് ഞാൻ പൊട്ടിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ കുരുക്കളൊക്കെ ഇപ്പോൾ പോയി. ഇപ്പം സെറ്റാഫിലിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ കുരുക്കൾ വരുന്നില്ല. ദൈവം അനുഗ്രഹിച്ചത് സെറ്റായെന്ന് തോന്നുന്നു ഫേസിൽ. അപ്പോൾ എന്തായാലും എൻ്റെ ക്രീംസും കാര്യങ്ങളൊക്കെ കുറച്ച് തീർന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് മേടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് മേടിച്ചപ്പം
ഓഫ് കോഴ്സ് $100 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അവരുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതെപ്പോഴും 5 പീസ് അല്ലെങ്കിൽ 6 പീസ് അങ്ങനെയാണ് കേട്ടോ ആ ഗിഫ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അത് നോക്കിയിട്ടാണ് മേടിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ഈ ഒരു ഡാർക്ക് സ്പോട്ട് ടാർഗറ്റിംഗ് സിറം മേടിച്ചപ്പം 50 ml ആണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറം മേടിച്ചപ്പം ഇതിൻ്റെ വില എത്രയാണ്? $140 അങ്ങനെ എന്തോ ആണ് കേട്ടോ. 140 ആണെന്നാണ് എൻ്റെ വിശ്വാസം. $140 കൊടുത്തപ്പം എനിക്ക് അവർ തന്നത് ഇതാ ഈ ഒരു സംഭവം. ഇത് ഒരു ഓഫറായിരുന്നു. ഇതെന്താ സ്കിൻ സ്മൂത്തിങ് എക്സ്പേർട്ട് എന്നാണ് എഴുതിയേക്കുന്നത്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ നല്ലതാണെന്ന് ചിക്കൂസ് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് കിട്ടിയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും അതിപ്പോൾ എത്ര വില കുറഞ്ഞതായിക്കോട്ടെ വില ഉള്ളതായിക്കോട്ടെ ഏത് പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചാലും നമുക്ക് 3 സാമ്പിൾ കിട്ടും കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചു. ഇത് നൈറ്റ് ക്രീം ആയിരുന്നു, ഇത് ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഒന്ന് ഇത് ഹൈഡ്രേറ്റിംഗ് ടോണിങ് ലോഷനാണ്. ഇതും ഞാൻ എപ്പോഴും മേടിക്കാറുള്ള ഒരു സാമ്പിളാണ് കേട്ടോ. കാരണം ഞാൻ ടോണിങ് ലോഷൻ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ മേടിച്ചിട്ട് 1.5 വർഷമായി, ഇതുവരെ തീർന്നിട്ടില്ല. അതിൻ്റെ ഒരു 10 ml ചെറിയൊരു ബോട്ടിൽ. ഇതെപ്പോഴും സാമ്പിൾ ഞാൻ ഇത് തന്നെയാണ് മേടിക്കാറുള്ളൂ. കാരണം ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ ഉള്ളപ്പം ഞാൻ ആ പ്രോഡക്റ്റ് തന്നെ മേടിക്കും. കാരണം അത്രയും നമുക്ക് സേവ് ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പുതിയ പ്രോഡക്റ്റ്സ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പുതിയ പ്രോഡക്റ്റ്സ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുമില്ല. എനിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുള്ളൂ. ഇനി അതല്ല അതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്താലും ഞാൻ അതിൻ്റെ സാമ്പിൾ മേടിച്ചിട്ട് അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ ആ സാധനം മേടിക്കും. അപ്പം എന്നിട്ട് വേറെ 3 സാമ്പിൾ മേടിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിറം ഇൻ ലോഷനാണ് കേട്ടോ. സിറം ലോഷനും എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. സോ ഇത് മാത്രം തേച്ചാൽ മതി നമുക്ക് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് മേടിച്ചപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് കിട്ടിയ ഓഫേഴ്സ് എന്ന് പറയുന്നത്. ദാ ഈ ഒരു സംഭവം കൂടിയുണ്ട്. നേച്ചർ എന്നൊക്കെ എഴുതിയ ഒരു ബാഗിനകത്ത്, അതും ഒരു എന്താ പറയുക ചാക്കിൻ്റെ ഒക്കെ ബാഗ് പോലത്തെ ഒരു ബാഗിനകത്താണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എൻവയോൺമെൻറ്റൽ ഡേക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു, ഇല്ല ചുമ്മാ. ഞാൻ എപ്പോൾ മേടിക്കുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കൂ കേട്ടോ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് ഓഫറിലുള്ളതെന്ന് നോക്കിയിട്ട് എനിക്ക് യൂസ് ചെയ്യാവുന്ന ഇപ്പോൾ 5 പ്രോഡക്റ്റ്സിൽ 3 എണ്ണമെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എനിക്ക് ആ ഒരു സംഭവം ഞാൻ മേടിക്കാറുള്ളൂ. കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടെ ആണെങ്കിലല്ലേ അതിന് ഉപയോഗമുള്ളൂ അല്ലെങ്കിൽ ഉപകാരമുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഇതിനകത്ത് വന്ന 5ഉം ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് ഐ എം സോ ഹാപ്പി. അതിലൊന്നാണ് ഇതാ ഹൈഡ്രേറ്റിംഗ് ടോണിങ് ലോഷൻ. ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണിങ് ലോഷൻ ആട്ടോ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ ആയതുകൊണ്ട് തന്നെ. വേറെയും കുറേ ടോണിങ് ലോഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഹൈഡ്രേറ്റിംഗ് വൺ തന്നെയാണ്. അത് 50 ml ആണ് കേട്ടോ ഇതിനകത്ത് വന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ലക്കി. പിന്നെ ദാ ഈ ഒരു ക്ലെൻസർ. ഈ ഒരു ക്ലെൻസറും ഞാൻ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഹൈഡ്രേറ്റിംഗ് ജെൻറ്റിൽ ഫോമിങ് ക്ലെൻസറാണ്. ഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയത് 30 ml. ലക്കി റൈ. പിന്നെ ദാ ഇതൊരു 15 ml സിൽക്കി ക്രീമാണ് കേട്ടോ. ഇതും ഞാൻ ഉപയോഗിക്കുന്നതാണ്, കുഴപ്പമില്ല. സിൽക്കി ക്രീം അല്ല, ഞാൻ റിച്ച് ക്രീമാണ് ഉപയോഗിക്കാറ്. പക്ഷേ ബോത്ത് ആർ സെയിം. ഇതിന് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണെന്നേ ഉള്ളൂ റിച്ച് ക്രീമിനെക്കാട്ടിലും, ബട്ട് ബോത്ത് ആർ സെയിം. ഇതും എനിക്ക് കുഴപ്പമില്ല, ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. പിന്നെ ഇത് നമ്മുടെ ക്രീം മാസ്ക് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ല. സെയിം തന്നെയാണ്. പിന്നെ ഇത് മാത്രമാണ് ഞാൻ ഇതുവരെയും ഉപയോഗിക്കാത്ത ഒരു സംഭവം എനിക്ക് കിട്ടിയത്. അത് ഇതിനകത്ത് വന്നാണ്, പക്ഷേ ഇത് നല്ലതാണ്. ഐ മേക്കപ്പ് റിമൂവറാണ് കേട്ടോ ഇത്. ഐ മേക്കപ്പ് റിമൂവറാണിത്. നല്ലതാണ് അല്ലേ? നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എപ്പോഴും കണ്ണെഴുതുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് ഉപയോഗപ്രദമായിരിക്കും എന്തായാലും. അപ്പോൾ ഇത്രയാണ് ഇത് മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി ഇത് തുറന്നൊന്ന് കാണിക്കാം ഞാൻ. ഇതാണ് കേട്ടോ, ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. ഇത് അവസാനം ക്ലീൻ ആക്കാം. ഇതാണ് കേട്ടോ, ഇത് ബ്രൈറ്റ് പ്ലസ് അഡ്വാൻസ്ഡിൻ്റെ ബ്രൈറ്റനിങ് ഡാർക്ക് സ്പോട്ട് ടാർഗറ്റിംഗ് എക്സ്പേർട്ട് സിറം എന്നാണ് ഇതിനകത്ത് അവർ മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ നിയാസനമൈഡ് ആഡ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അറിയത്തില്ല, നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ ക്രീം, എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ. മദേഴ്സ് ഡേ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ആക്ച്വലി മദേഴ്സ് ഡേക്കാണ് ഞാനിത് സ്പെഷ്യലൈസ് ചെയ്ത് ഓർഡർ ചെയ്തത്. കാരണം മദേഴ്സ് ഡേക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു. 5 പീസിൻ്റെ തന്നെ ഗിഫ്റ്റ് നമുക്ക് കിട്ടും. $100 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ. പ്ലസ് നമുക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്
അവർ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, 5 ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ 5ാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് പൗച്ചാണ്, മദേഴ്സ് ഡേ പൗച്ചാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ബാക്കി 4 പ്രോഡക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. ഏതാണോ നമ്മളുടെ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാമായിരുന്നു. അത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്ത് മേടിക്കാവുന്ന ഓപ്ഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഐ വാസ് ലക്കി. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് മാത്രം ഞാൻ ചൂസ് ചെയ്ത് അതിൽ നിന്ന് എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇതും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചൂസ് ചെയ്ത ഗിഫ്റ്റുകളാണിത്. ഈ ഒരു ക്രീമാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ക്രീമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഡ്രൈ സ്കിന്നിൻ്റെ ആളായതുകൊണ്ട് തന്നെ എനിക്ക് റിച്ച് ക്രീം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊട്ടിച്ചില്ല, പൊട്ടിക്കണം. പിന്നെ ഇതാ ഇതും ഞാൻ മേടിച്ചതാണ്. ഇതും ഡാർക്ക് സ്പോട്ടിൻ്റെ തന്നെ ടാർഗറ്റിംഗ് സിറത്തിൻ്റെ ലോഷനാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ മോർണിംഗിൽ ഞാൻ സിറം ഉപയോഗിച്ചിട്ട് എനിക്ക് ജസ്റ്റ് ക്രീം ഇട്ടാൽ മതി, നൈറ്റിൽ എനിക്ക് ഈ ഒരു ലോഷൻ തേച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് സിറം ഇൻ ലോഷനാണ്. സോ ഈ ഒരു ലോഷൻ മാത്രം തേച്ചിട്ട് എനിക്ക് കിടന്നാൽ മതി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സേവ് ചെയ്യാമല്ലോ, കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാം, കുറച്ച് സിറവും കാര്യങ്ങളും മുഖത്ത് തേക്കുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ് ഇത് രണ്ടും. ഈ ഒരു 2 ഐറ്റം ഞാൻ മേടിച്ചപ്പോൾ $138 വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ എനിക്ക് മദേഴ്സ് ഡേക്ക് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി അതിൽ, കാരണം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്ലസ് 3 ആസ് യൂഷ്വൽ 3 സാമ്പിളും കിട്ടി. ഈ 3 സാമ്പിളും ഞാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഞാൻ മേടിച്ചത്. ഒന്ന് നമ്മുടെ ഹൈഡ്രേറ്റിംഗ് ടോണിംഗ് ലോഷൻ, ഓഫ് കോഴ്സ് അത് വിട്ടിട്ടൊരു കളി എനിക്കില്ലെന്ന്. ഞാൻ ഈ ഒരു ടോണിംഗ് ലോഷൻ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒത്തിരി നാൾ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് 1-2 ഡ്രോപ്പ് എടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 ml എന്ന് പറയുന്നത് ഒത്തിരി നാൾ നിൽക്കും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ തന്നെ ഇപ്പോൾ ഒരു 3-4 കുപ്പിയുണ്ട്. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അത്രയും വലിയ കുപ്പിയൊന്നും എടുത്തിട്ട് പോകണ്ടല്ലോ. ഈ ഒരു ചെറിയ കുപ്പിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇന്നഫാണ്, ഒരുപാട് ഹെവി വെയിറ്റ് ഒന്നും താങ്ങണ്ട. അങ്ങനത്തെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും സാമ്പിളായിട്ട് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്നത് ടോണിംഗ് ലോഷനാണ്. പിന്നെ ഇത് ഡാർക്ക് സ്പോട്ടിൻ്റെ തന്നെ ഇമൽഷൻ ക്രീമാണ്. പിന്നെ മേടിച്ചത് ഡാർക്ക് സ്പോട്ടിൻ്റെ സിറമാണ് കേട്ടോ. ഇത് 3ഉമാണ് ഞാൻ മേടിച്ചതല്ല, ഇത് 3ഉമാണ് ഞാൻ സാമ്പിൾ ചൂസ് ചെയ്തത്. സിറമാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് കിട്ടിയത് മദേഴ്സ് ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് ക്ലിയറൻസിൻ്റെ ഒരു ബാഗ്. ഇത് ഞാൻ ചൂസ് ചെയ്താൽ ഇത് അവർ തരുന്നതാണ് കേട്ടോ. ഇത് ക്ലിയറൻസിൻ്റെ പൗച്ചാണ്, നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടാനുള്ള ഒരു പൗച്ചാണ് അവർ തരുന്നത്. നേച്ചർ നല്ല കോട്ടൺ തുണി വെച്ചിട്ട് വെൽവെറ്റിൻ്റെ ഹാർട്ടൊക്കെ വെച്ചിട്ടുള്ള ഷേപ്പിലുള്ള സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പൗച്ച് കേട്ടോ, റീസൈക്കിളബിൾ ആണ്. നല്ല നേച്ചർ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, എനിവേസ് അതിനകത്ത് വന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 7 ml സിറമാണ്, ക്യൂട്ട് കുപ്പി. ഓക്കെ, ഇതും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയല്ലേ, കാരണം നമ്മൾ ട്രിപ്പ് പോകുന്ന ആകെ 2-3 ദിവസത്തിന്. അപ്പോൾ ആ ഒരു ചെറിയ കുപ്പിക്കകത്ത് ഒഴിച്ച് കൊണ്ടുപോയാൽ അത് മതിയല്ലോ, നമ്മൾ വലിയ കുപ്പികളൊന്നും എടുത്തുകൊണ്ട് പോകണ്ട എപ്പോഴും. പിന്നെ 30 ml ഹൈഡ്രേറ്റിംഗ് ജെൻറ്റിൽ ഫോമിങ് ക്ലെൻസറാണ്, ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ സിൽക്കി ക്രീമാണ് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട്, അതും ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ, സൂപ്പർ റിസ്റ്റോറേറ്റീവ് ബാമാണ്. അബ്ഡമനും വേസ്റ്റിനും ഒക്കെ നമുക്ക് മറ്റേ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാമാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ സ്ട്രെച്ച് മാർക്ക് മാറാനൊന്നും ചെയ്തിട്ടില്ല. സോ ട്രൈ ചെയ്യാം അല്ലേ. പിന്നെ ലാസ്റ്റ്ലി എനിക്ക് കിട്ടിയ ഒന്നാണ് ലിപ്പ് ഓയിൽ എന്ന് പറഞ്ഞിട്ട്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്, എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ലിപ്പ് ഓയിൽ, ലിപ്പ് കംഫർട്ട് ഓയിൽ. ഇതിൻ്റെ സ്ട്രോബെറി ഫ്ലേവറാണ് ഞാൻ പണ്ട് മേടിച്ചത്. ഇത് ചെറി ഫ്ലേവറാണ്. ഇത് അവർ തരുന്നതാണ് ചെറി ഫ്ലേവർ ഞാൻ ചൂസ് ചെയ്തത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. ആടേ കട്ട, എന്താ സ്മെല്ലെന്നറിയും ഇവരുടെ പ്രോഡക്ട്സിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇത് 1.4 ml ആണ് കേട്ടോ. ഇനിയിപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലാം കൂടി ഈ പൗച്ചിലിട്ടാൻ കൊണ്ടുപോയാൽ മതിയില്ല. എല്ലാം ചെറിയ സംഭവങ്ങളായതുകൊണ്ട് എല്ലാം ഈ പൗച്ചിലങ്ങ് കയറിക്കോളും. നമുക്കങ്ങനെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഇത് രണ്ടും ഫ്രീ ആയിരുന്നു. ഈ മൂന്ന് പ്രോഡക്റ്റ് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഇവരുടെ ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കമ്പനിക്കാർ ഇങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു കമ്പനിയും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയറൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊടുക്കുന്നത് കൊണ്ടല്ല, ക്ലിയറൻസിൻ്റെ പ്രോഡക്ട്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്, ഭയങ്കര നല്ലതാണ് സ്കിന്നിന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. നല്ല അടിപൊളി ഗിഫ്റ്റുകളായതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. കൊച്ചിൻ്റെ മദേഴ്സ് ഡേക്ക് മാത്രം പോകുന്ന ഒരു വീഡിയോ ആകുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. എനിവേസ് ഞാനത് പൊട്ടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. അത്രയൊക്കെ ഉള്ളൂ. ക്ലിയറൻസിൻ്റെ പ്രോഡക്റ്റ് എന്നെപ്പോലെ യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ മലയാളികളല്ലേ. അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതേ കണക്ക് തന്നെ ഞാൻ ഇതൊക്കെ മേടിക്കുന്നത് ഭയങ്കര റിച്ച് ആയതുകൊണ്ടോ ഭയങ്കര എന്താ പറയുക പോഷ് കാണിക്കാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. ഒരുപാട് അലർജിക് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ പ്രോഡക്റ്റ്സ് അങ്ങനെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതുപോലെ ഭയങ്കര ഡ്രൈ സ്കിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്രീംസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിക്ക് മുന്നേ ഞാൻ ഒരുപാട് വേറെ കുറേ ലോക്കൽ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് എൻ്റെ പരിണിത ഫലമാണ് എൻ്റെ മുഖത്ത് കാണുന്ന ഈ കുഞ്ഞു കറുത്ത മാർക്കുകളെല്ലാം കുരുക്കൾ വന്നിട്ട് ഉണ്ടായ മാർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലിയറൻസിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ ഇതിനുള്ള പൈസ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പൈസയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ഐറ്റംസാണിത്. എക്സ്പെൻസീവ് ബ്രാൻഡാണ്. കാരണം അവർ നേച്ചറിൻ്റെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നോ ആർട്ടിഫിഷ്യൽ തിങ്സ്. അതുകൊണ്ടാണ് ആ ഒരു നല്ലൊരു എമൗണ്ട് ഈ ഒരു ബ്രാൻഡിനുള്ളത്. ഞാനിതെങ്ങനെയാണ് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ പഴയ ഐറ്റംസൊക്കെ ഞാൻ KGGയിലോ മാർക്കറ്റ് പ്ലേസിലോ ഒക്കെ ഇട്ട് വിൽക്കും കേട്ടോ. എന്ന് വെച്ചാൽ ചീത്തയായി പോയതൊന്നും അല്ല, നല്ല സാധനങ്ങളായിരിക്കും. നമ്മൾ ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. ഫോർ ആൻ എക്സാമ്പിൾ TV സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ ടോയ്സ്, പിള്ളേർ അധികം ഉപയോഗിക്കാത്ത ടോയ്സ് ആയിരിക്കും. ഒരു പോറൽ പോലും ഏൽക്കാത്ത ടോയ്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഞാൻ KGGയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ട് വിൽക്കുക ചെയ്യാറ്. ചെറിയ എമൗണ്ടിന് വിൽക്കും. അപ്പോൾ ആ എമൗണ്ട്സ് എല്ലാം ഞാൻ കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ബോട്ടിൽസ് എല്ലാം കഴുകി ഉണക്കി ബോട്ടിൽ ഡിപ്പോയിൽ കൊണ്ട് കൊടുത്ത് ആ ഒരു കാശും ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു $100-200 അല്ലെങ്കിൽ $100-300 ആവുമ്പം ഞാനത് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അങ്ങനെയാണ് ഞാനിത് മേടിക്കുക. അല്ലാണ്ട് ഞാൻ എക്സ്പെൻസീവ് ആയതുകൊണ്ടോ റിച്ച് ആയതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ പ്രോഡക്ട്സ്. എനിക്ക് ഈ പ്രോഡക്ട്സ് അല്ലാണ്ട് വേറൊരു പ്രോഡക്റ്റ് ഇനി ട്രൈ ചെയ്ത് പിന്നെയും കുരുക്കളാക്കാൻ ഇനി സ്ഥലമില്ല ഗൈസ്. ഇനി എൻ്റെ മുഖത്ത് ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല കറുത്ത മാർക്ക് വരാത്തതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വരാനും സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം അവരെ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഡക്ട്സ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പ്രോഡക്ട്സ് മേടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കാശ് കുറവാണ് അല്ലെങ്കിൽ കാശില്ല, ഇത്രയും കാശ് കളയണോ എന്ന് വിചാരിക്കുന്നിടത്ത് ഞാനൊരു ഐഡിയ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയും നമുക്ക് ഇപ്പം പഴയ സാധനങ്ങൾ വെറുതെ കൊണ്ട് കളയേണ്ട കാര്യമില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സാധനമായിരിക്കും, പക്ഷെ വെറുതെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഗാർബേജിലൊക്കെ ഇട്ട് കളയും. എന്തിനാണ് അങ്ങനെ കളയുന്നത്? ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കാൻ അവസ്ഥയില്ലാത്ത ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പാടില്ലേ അല്ലേ? അപ്പോൾ അത് നല്ല ഐറ്റമാണ് എങ്കിൽ എന്തിനാണ് കളയുന്നത്? വേറൊരാൾക്ക് കൊടുത്തൂടെ? അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തുകൂടാ? അപ്പോൾ എനിക്കിത് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെറിയൊരു വിലയ്ക്ക് കൊടുക്കുന്നത് മാത്രം. പിന്നെ നമ്മൾ എന്തൊരു സാധനവും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതാരും ആയിക്കോട്ടെ, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല. ഇത് കാശൊന്നും കൊടുത്തിട്ട് കിട്ടിയതല്ലല്ലോ, അപ്പോൾ പിന്നെ അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നൊരു ചിന്ത ചിലരിലെങ്കിലും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. അതേസമയം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്തിട്ട് നമ്മളൊരു സാധനം മേടിച്ചാൽ അത് $10 ആയിക്കോട്ടെ, $5 ആയിക്കോട്ടെ, $20 ആയിക്കോട്ടെ, $500 ആയിക്കോട്ടെ, എത്ര രൂപയുടെ ആണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പൈസ നമ്മൾ കൊടുത്ത് വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന സാധനത്തിന് നമ്മളൊരു വാല്യൂ കൊടുക്കും. കാരണം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാനം കൊണ്ട് നമ്മൾ വാങ്ങുന്നതല്ലേ. അപ്പോൾ ആ ഒരു വില നമ്മൾ അതിന് കൊടുക്കും. വെറുതെ കളയുന്നതിലും ഭേദം മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് അവരിൽ നിന്ന് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.